എല്ലാവർക്കും നമസ്കാരം. പ്രാർത്ഥനാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന 3 ടിപ്സുമായിട്ടാണ്. അപ്പോൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഈ 3 ടിപ്സും എന്തായാലും യൂസ്ഫുൾ ആവും. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലുള്ള ടിപ്സ് എന്തൊക്കെയാണെന്ന് പെട്ടെന്നൊന്ന് കണ്ടിട്ട് വരാം. ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസത്തേക്ക് ബാക്കി വരില്ലേ, ആ സമയത്ത് നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു ഐഡിയ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ലൊരു സ്വീറ്റ് റെസിപ്പിയാണ്, കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കൊക്കെ ഇഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ കണ്ടു നോക്കിയിട്ട് അഭിപ്രായം പറയൂ കേട്ടോ. അപ്പോൾ ഇന്നലെ ഉണ്ടാക്കിയപ്പോൾ ബാക്കി വന്നിട്ടുള്ള 3 ചപ്പാത്തികളാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അത് ഞാൻ ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തലേ ദിവസത്തെ ചപ്പാത്തി ആകുമ്പോൾ കുറച്ചൊരു ബലം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നില്ല കേട്ടോ, പുറത്ത് തന്നെയാണ് വെച്ചിരുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് കറക്കിയിട്ട് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇതാ ഇതുപോലെ ഒരു തരിതരിപ്പായിട്ടാണ് നമുക്ക് ചപ്പാത്തി പൊടിച്ചെടുക്കാൻ പറ്റുക. അപ്പോൾ തലേ ദിവസത്തെ ചപ്പാത്തി വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യേണ്ടത്, എങ്കിലേ ഇതുപോലെ പൊടിഞ്ഞ് കിട്ടുള്ളൂ കേട്ടോ. പുതുതായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ചപ്പാത്തി വെച്ചിട്ട് ചെയ്താൽ ഇതുപോലെ പൊടിഞ്ഞ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ഞാൻ ട്രൈ ചെയ്തിട്ടില്ല കേട്ടോ. കണ്ടോ, അപ്പോൾ ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് തേങ്ങയാണ്. അപ്പോൾ തേങ്ങയുടെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക. ഞാനിപ്പോൾ ഒരു 1/2 ഗ്ലാസോളം വരും ചെരുകിയ തേങ്ങ, അതാണ് ഇതാ എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇതും ഒന്ന് കുഞ്ഞ് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് തിരിച്ചെടുക്കുക. അപ്പോൾ ചെറുതാവുമല്ലോ അതിൻ്റെ ഒരു പീസുകളൊക്കെ. അപ്പോൾ അങ്ങനെ ആക്കിയിട്ട് കാണിച്ചു തരാം. കണ്ടില്ലേ, ഇതാ ഇതുപോലെയാണ് ഞാൻ തിരിച്ചെടുത്തപ്പോൾ ആയിട്ടുള്ളത്. ഇനി നമുക്കിത് രണ്ടും മാറ്റി വയ്ക്കാം. ഇനി ഞാൻ ശർക്കരയുടെ 3 വലിയ പീസുകളാണ് എടുത്തിട്ടുള്ളത്. ഇവിടെയൊക്കെ ഇങ്ങനെയാണ് കേട്ടോ കിട്ടുക, കുറച്ച് വലിയ അച്ചുകളായിട്ടാണ് ഉണ്ടാവുക. അതിലേക്ക് ഞാൻ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ഉരുക്കാൻ വെക്കുകയാണ്. അപ്പോൾ ഇത്രയ്ക്ക് അധികം ശർക്കരയൊന്നും ആവശ്യമില്ല, ഞാൻ കുറച്ച് അധികം ഉരുക്കി എടുത്ത് വയ്ക്കാറുണ്ട്, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഒരച്ചൊക്കെ മതിയാവും. അപ്പോൾ ഇതുപോലെ നമ്മൾ ശർക്കര വാങ്ങുന്ന സമയത്ത് കുറച്ചെടുത്തിട്ട് വെള്ളം ഒഴിച്ചൊന്ന് ഉരുക്കി അതിൽ ഒരു കല്ലും എന്തെങ്കിലും പൊടികളൊക്കെ ഉണ്ടെങ്കിൽ അരിച്ചു മാറ്റിയിട്ട് ഒരു പാത്രത്തിൽ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ കുറേ നാൾ കേടാവാതെ ഇരിക്കുകയും ചെയ്യും. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് എടുത്തിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. നമുക്ക് ശർക്കര ഇപ്പോൾ ഇങ്ങനെ ഇടുന്ന സമയത്ത് ഡയറക്റ്റ് ഇടുമ്പോൾ അതിൽ എന്തെങ്കിലും പൊടികളും കരടുകളൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ ഇതുപോലെ ഉരുക്കിയിട്ട് കല്ലൊക്കെ മാറ്റി വയ്ക്കുകയാണെങ്കിൽ എളുപ്പമാണ്. അപ്പോൾ ആ ഒരു ടിപ്പ് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ, ഞാൻ മുമ്പ് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ശർക്കരയുടെ പണിയും കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ലേശം നെയ്യ് ചേർക്കുന്നുണ്ട്, ഒരു 1/2 സ്പൂൺ മതിയാവും. എന്നിട്ട് അതിലേക്ക് കയ്യിൽ കിസ്മിസും അണ്ടിപ്പരിപ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കിയിട്ട് കോരി മാറ്റി വയ്ക്കുക. ഇപ്പോൾ ഇതാ അതും കഴിഞ്ഞു. ഇനി ഞാൻ ആ സെയിം പാനിലേക്ക് തന്നെ നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കുന്ന കുഴിയുള്ള സ്പൂണില്ലേ, അതിലൊരു 2 സ്പൂൺ ആ ഒരു ശർക്കര പാനിയാണ് ചേർക്കുന്നത്. അപ്പോൾ ഇതൊരുവിധം നല്ല മധുരമുള്ള ശർക്കരയാണ്. അപ്പോൾ മധുരം നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചിലപ്പോൾ ചെറിയ വ്യത്യാസമൊക്കെ വരും കേട്ടോ. ഞാനിപ്പോൾ എന്തായാലും ഇത്രയ്ക്കും ചേർത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഇതൊന്ന് തിളച്ച് തുടങ്ങുന്ന സമയത്ത് നമ്മൾ മിക്സിയിൽ നേരത്തെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള തേങ്ങ ഉണ്ടല്ലോ, അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കണം കേട്ടോ. ഒന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് ആ തേങ്ങയിൽ ആ മധുരമൊക്കെ ഒന്ന് പിടിച്ച് വരണം. ഇനി നമുക്കിതിലേക്ക് ലേശം ഏലക്കായുടെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ചപ്പാത്തിയും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാണ്. അപ്പോൾ ആ ഒരു വെള്ളമൊക്കെ വറ്റി ആ ഒരു ചപ്പാത്തിയിൽ ശർക്കരയുടെയും നെയ്യിൻ്റെയും അതുപോലെ ഏലക്കായുടെ പൊടിയുടെയൊക്കെ ഫ്ലേവർ ഇങ്ങനെ നന്നായിട്ട് പിടിച്ച് വരണം. അതുവരെ നന്നായിട്ട് ഇളക്കണം കേട്ടോ. ആ പാനിൽ നിന്നൊക്കെ ഇങ്ങനെ വിട്ട് വരും ലാസ്റ്റ് ആവുന്ന സമയത്ത്. ഇതിൻ്റെ ഇടയിൽ നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടെ ചേർത്തിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ ഞാൻ ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇത് റെഡി ആയിട്ടുണ്ട്. പാനിൽ നിന്നൊക്കെ ഇങ്ങനെ വിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ചപ്പാത്തിയുടെ ഒട്ടും ടേസ്റ്റൊന്നും ഇതിൽ ഉണ്ടാവില്ല കേട്ടോ, നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ഉണ്ടാവുക. ഇനി നമുക്കിതൊന്ന് ചൂടാറട്ടെ, എന്നിട്ട് ബാക്കി ചെയ്യാം. ഇപ്പോൾ ഇതിങ്ങനെ കൈകൊണ്ട് ഉരുട്ടാൻ പറ്റുന്ന ഒരു ചൂടിലേക്ക് വന്നപ്പോൾ ഞാനിത് ഓരോന്നായിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചപ്പാത്തി വെച്ചിട്ടുള്ള ലഡുവാണ് ഇവിടെ തയ്യാറായിട്ടുള്ളത്. സൂപ്പർ ടേസ്റ്റാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇതുകൊണ്ട് നമുക്കൊരു 9 ലഡുവാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഈ ഒരു 3 ചപ്പാത്തി വെച്ചിട്ട്. അപ്പോൾ ഓരോന്നായിട്ട് റെഡിയാക്കട്ടെ. അപ്പോൾ ഇനി ചപ്പാത്തി ബാക്കി വരുമ്പോൾ ഒരിക്കലെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇനി ബാക്കി 2 ടിപ്സും കൂടി കാണാം. അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചപ്പാത്തിയൊക്കെ തലേ ദിവസം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാലും പുറത്ത് വെച്ചാലും പിറ്റേ ദിവസം ഒരു ബലമായിരിക്കും, ആ സോഫ്റ്റ്നെസ് ഒക്കെ പോയിട്ടുണ്ടാവും. അതൊക്കെ മാറ്റി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തിയാക്കി എടുക്കാനുള്ള ടിപ്പാണ്. ഇതുപോലെ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം വയ്ക്കുക, എന്നിട്ട് അത് നന്നായിട്ട് ആവി വന്ന് തുടങ്ങുമ്പോൾ ആ ഒരു ഇഡ്ഡലി തട്ടിലേക്ക് ചപ്പാത്തികൾ എടുത്ത് വെച്ചിട്ട് ജസ്റ്റ് ഒരു 2 മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഒരുപാട് സമയം വെച്ച് ആവി കയറ്റരുത് കേട്ടോ, അപ്പോൾ അതിൻ്റെ ആ ഒരു ഇതൊക്കെ ഇങ്ങനെ പൊട്ടി പോരുന്ന പോലെയൊക്കെ ആവും, കറക്റ്റായിട്ട് വരില്ല. അപ്പോൾ കറക്റ്റ് ആ ഒരു ടൈം അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേഗം തന്നെ എടുക്കുക. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തികൾ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യൂ.
അടുത്ത ടിപ്പ് എന്താ വെച്ചാൽ ചപ്പാത്തിയൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ കാസറോളിൽ കുറച്ച് അധികം വെക്കുന്ന സമയത്ത് ഏറ്റവും അടിയിലെ ചപ്പാത്തി ആ ഒരു ആവിവെള്ളം വീണ് ഇങ്ങനെ നനവ് വരാറുണ്ട്. അപ്പോൾ അത് ഇല്ലാണ്ടിരിക്കാനുള്ള ഒരു ടിപ്പാണ്. അടിയിൽ കുറച്ച് ടിഷ്യൂ പേപ്പർ ഇട്ട് കൊടുക്കുക, ഒരു 2-3 എണ്ണം. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു പാത്രം ഇങ്ങനെ കമത്തി വയ്ക്കുക, കുറച്ചൊരു ഹൈറ്റുള്ള പാത്രം. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ചപ്പാത്തികൾ വെക്കുകയാണെങ്കിൽ ആ വെള്ളമൊക്കെ നനവ് വരുന്നുണ്ടെങ്കിൽ അത് ടിഷ്യൂവിൽ പോവും. പിന്നെ ആ ഒരു പാത്രത്തിൻ്റെ മുകളിൽ ഇരിക്കുന്നതുകൊണ്ട് ചപ്പാത്തിക്ക് ആ ഒരു നനവും വരില്ല. അപ്പോൾ ഇങ്ങനത്തെ ആവശ്യം വരുന്ന സമയത്ത് ഈ ഒരു ടിപ്പ് ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യൂ കേട്ടോ. അപ്പോൾ ചപ്പാത്തി ബാക്കി വന്നാൽ എൻ്റെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ ഈ മറ്റ് 2 ടിപ്സും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നാളെ വരാം കേട്ടോ. എല്ലാവർക്കും നന്ദി. കീപ്പ് വാച്ചിങ്, കീപ്പ് സപ്പോർട്ടിങ്. താങ്ക്